പിന്നെ CPM ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിൽ ഊന്നിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂരാണ് അതിൻ്റെ പാരമ്യത്തിൽ കണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിക് ക്യാമ്പയിൻ. എന്തോ ഇപ്പോൾ കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രസംഗിക്കാറുണ്ട്. എന്താണ്, നിങ്ങൾ മത്സരിച്ച് ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേലായിരിക്കും മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. പർവേസ് മുഷറഫും തമ്മിലുള്ള മത്സരമാണ്. ഈ മട്ടിലൊക്കെയാണ് അദ്ദേഹം അവിടെ പ്രസംഗിക്കാറ്. ഏതാണ്ട് അതേ പാറ്റേൺ തന്നെയാണ് ഗോവിന്ദ മാഷും പിണറായി വിജയൻ സ്വീകരിച്ചത്. എല്ലാ ദിവസവും രാവിലെ പല്ല് തെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പരമാവധിയിൽ നിലമ്പൂരിൽ അവർ സ്വീകരിച്ചു. പഹൽഗാം ആക്രമണത്തെ സ്വാഗതം ചെയ്തവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പോലും RSSകാർ പോലും പ്രചരിപ്പിക്കാത്ത ക്യാമ്പയിൻ നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അപ്പോൾ ഈ നിരന്തരമായ ഒരു മുസ്ലിം സംഘടനയെ മുൻനിർത്തി ഭീതി പടർത്തുക, അതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ടാക്കി ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക, ഈ തന്ത്രമാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായിട്ട് CPM സ്വീകരിക്കുന്നത്. അത് വർക്ക് ചെയ്തിട്ടില്ല. അത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കരുതിയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഈ മുസ്ലിം ഭീകരത ഇവിടെ ഇങ്ങനെ വളരുകയാണ്. അതിനെ തടയാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ CPMനല്ല വോട്ട് ചെയ്യുക. അവരപ്പുറത്ത് താമരയുണ്ട്, അവർക്കാണ് വോട്ട് ചെയ്യുക. പക്ഷേ ഈ ക്യാമ്പയിൻ CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ മതേതര വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. ഇതൊരു ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടി, ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന ആ ഒരു ബോധ്യം മുസ്ലിം ന്യൂനപക്ഷത്തിലേക്ക് വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. അത് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മനസ്സിലാവും, നിലമ്പൂർ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ പ്രതിഫലം നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ഇതിനകത്ത് പറയും. പക്ഷേ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ടോട്ടൽ നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LDF തന്നെയായിരിക്കും അപ്പർ ഹാൻഡ് ഉണ്ടാവുക. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ UDF ചെറിയ രീതിയിൽ മെച്ചപ്പെടുത്തും. ചില കോൺഗ്രസ് നേതാക്കളൊക്കെ അത്ഭുതകരമായ ചില റിസൾട്ടുകൾ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവർ ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എനിക്കറിയില്ല. എൻഡ് ഓഫ് ദി ഡേ ഇതെന്ന് പറഞ്ഞാൽ കണക്കുകളുടെ ഒരു കളിയാണ്. കാരണം കുറേ പതിനായിരക്കണക്കിന് വാർഡുകൾ, ആയിരക്കണക്കിന് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ്. ഇത് ഓരോ പാർട്ടിയും ഓരോ കണക്കുകൾ പറയും, ഓരോ മുന്നണിയും ഓരോ കണക്കുകൾ പറയും, അവകാശവാദങ്ങൾ ഉന്നയിക്കും, ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. എന്താണ് കൃത്യമായ സൂക്ഷ്മമായ ടാലി എന്താണെന്നൊക്കെ ആളുകൾ അറിഞ്ഞു വരുമ്പോഴേക്ക് ദിവസം എടുക്കും. നാളെ ജനങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകുന്ന കാര്യം എത്ര ജില്ലാ പഞ്ചായത്തിൽ എത്ര ആൾക്ക്, എത്ര കോർപ്പറേഷൻ എത്ര ആൾക്ക് എന്നുള്ളതായിരിക്കും. അതിൽ നിശ്ചയമായിട്ടും LDFന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവുകയും ചെയ്യും.